5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നലെ ജൂൺ 19 വായനാ ദിനമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കൂടിയായിരുന്നു. ഇന്നലെ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അങ്ങനെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോഴാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന വരുന്നത്. അദ്ദേഹത്തോടെ ക്ഷണിച്ചില്ല, ഉടനെ ക്ഷണിക്കേണ്ടിയിരുന്നില്ല, ക്ഷണിച്ചില്ലെങ്കിൽ പോകണമെന്ന് ഒരു വലിയ വാർത്ത വന്നു. അപ്പോൾ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു, സംബന്ധമൊന്നും അല്ലല്ലോ അവിടെ വിളിക്കാനെന്നൊക്കെ ചോദിച്ച് വിവാദമായി. ഉടൻ തന്നെ KPCC ഒരു തിട്ടൂരമിറക്കി 5 മണി വരെ ആരും മിണ്ടരുത്. അത് രാജ്മോഹൻ ഉണ്ണിത്താനോട് പറഞ്ഞു 5 മണി കഴിയട്ടെ, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. എന്തായാലും 5 മണി കഴിഞ്ഞു, രാത്രി അടി തുടങ്ങി. അങ്ങനെ ശശി തരൂർ വളരെ വിഷണ്ണനായി നിൽക്കുന്നു. ശശി തരൂരിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോൾ അനുകൂലമായും പ്രതികൂലമായും വരുന്നു. BJPക്കാർ അങ്ങോട്ട് ക്ഷണിക്കുന്നു, ശശി തരൂരിനെ ഐക്യരാഷ്ട്രസഭയിലേക്ക് ക്ഷണിക്കുന്നവർ പോകണമെന്ന് പറയുന്നവരുണ്ട്, പിന്നെ കോൺഗ്രസിൽ തന്നെ നിൽക്കണമെന്നും. അതിനിടയിൽ നിന്ന് AICCയുടെ യോഗം ചേർന്ന് അവർ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ യോഗത്തിൽ അവർ തീരുമാനിച്ചത് അത്ര വലിയ ഗുരുത്തക്കേടൊന്നും നമ്മുടെ ശശി തരൂർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല, പാർട്ടി വിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. കാരണം വിദേശത്ത് പോയതാണ് വിരുദ്ധമെന്ന് പറയാൻ കഴിയില്ല. കാരണം CPMൻ്റെ ജോൺ ബ്രിട്ടാസ് ഉണ്ട്, തമിഴ്നാട് DMKയുടെ കനിമൊഴിയുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട് ലീഗിൻ്റെ, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളുടെയും, അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും എല്ലാ പാർട്ടികളുടെയും, പിന്നെ നമ്മുടെ ആന്ധ്രയിലെ പാർട്ടികൾ, പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി, അങ്ങനെ എല്ലാ പാർട്ടികളിലെയും MPമാരുടെ ബഹുമുഖ പാർട്ടികളിലെ MPമാരാണ് പോയത്. 32 പേർ 59 രാജ്യങ്ങളിലെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ശശി തരൂരിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വിശദീകരണം ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ശശി തരൂർ പ്രത്യേകിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുമില്ല. വളരെ കരുതലോടുകൂടിയാണ്, കരുണയോടും കരുതലോടും കൂടിയാണ് ശശി തരൂർ നീങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഞാൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമായിരിക്കും. അതിനിലയിൽ അദ്ദേഹത്തിനെ മയപ്പെടുത്താൻ കൂടിയിട്ടായിരിക്കും AICC എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇനി ശശി തരൂരിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, ദയവായി ശശി തരൂരിൻ്റെ വാചകങ്ങളെ പിടിച്ചുകൊണ്ട് ആരും അഭിപ്രായം പറയരുത്, അദ്ദേഹത്തിനെ പെരുപ്പിക്കരുത്. അദ്ദേഹത്തിനെ പെരുപ്പിച്ചാൽ അദ്ദേഹം പലതും തൂക്കും, അദ്ദേഹം പലതും പറയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാകും. അതിൻ്റെ അവസരം ഉണ്ടാക്കരുതെന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഇൻഫോർമലായിട്ടുള്ള അനൗപചാരികമായ ഒരു വിലക്ക് കോൺഗ്രസ്സുകാർക്ക് AICC നൽകിയിട്ടുണ്ട്. ഇത് എത്ര കണ്ട് റെഡിയായിരിക്കുമെന്ന് അറിയില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചില നേതാക്കളെ സംബന്ധിച്ച്, വളരെ സീനിയർ ആയിട്ടുള്ള ചില നേതാക്കളെ സംബന്ധിച്ച് കൃത്യമായി മൈക്ക് കണ്ടാൽ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഈ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മറുപടി പറയും ചോദിക്കുന്നതിന്. പിന്നെ ചാനലുകാരും നമ്മളെ മാധ്യമപ്രവർത്തകരും കൃത്യമായിട്ട് ചോദ്യങ്ങൾ കുറിക്കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കും, അങ്ങനെ ഉത്തരവും കിട്ടും. പക്ഷേ എന്തായാലും ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടാണ്? അതേ ഗവർണറാണോ, വൈസ് പ്രസിഡൻ്റാണോ, അതോ ഭാവിയിലെ പ്രസിഡൻ്റാണോ, അതോ കേന്ദ്രമന്ത്രിയാണോ? ഈ പലതുമാണെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. എന്താണ് ശശി തരൂരിൻ്റെ ഭാവി? എന്തായാലും മോഡി അദ്ദേഹത്തെ വിളിച്ച് പ്രത്യേകം ശശി തരൂരുമായി മാത്രമായി ചർച്ച നടക്കുന്നു. അത് MPമാർ എല്ലാ ലോകരാജ്യങ്ങളും കറങ്ങി തിരിച്ചു വന്ന MPമാരുടെ വിരുന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്നേഹവിരുന്നിൻ്റെ ഭാഗമായിട്ടുള്ള യോഗം നടന്നപ്പോഴും അത് കഴിഞ്ഞിട്ട് ശശി തരൂരിനെ പ്രത്യേകം പ്രധാനമന്ത്രി ക്യാബിനിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും മോഡിയുടെ ഹിറ്റ് ലിസ്റ്റിൽ, ഗുഡ് ബുക്കിൽ ശശി തരൂർ കയറിയിട്ടുണ്ട്. ആ ശശി തരൂരിന് പിടികൊടുക്കുമോ ഇല്ലയോ? ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, ഇന്നലെ വരെ ഞാൻ ഒരിക്കലും BJP പോവില്ല, ഞാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് രാഷ്ട്ര സേവനം ചെയ്യും എന്ന് പറയുന്നിടത്തുനിന്ന് മാറി, എനിക്ക് രാഷ്ട്ര സേവനം ചെയ്യാൻ കൂടുതൽ അവസരം BJP തന്നപ്പോൾ അതുമാത്രം കണ്ടുകൊണ്ട് ഞാൻ പോകുന്നു, ഞാൻ പാർട്ടിയിൽ ചേർന്നിട്ടില്ല, ഞാൻ മന്ത്രിയായി മാത്രം അല്ലെങ്കിൽ ഗവർണറായി മാത്രം അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റായി മാത്രം ഞാൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ശശി തരൂർ വരുമോ എന്നുള്ളത് ഒരു പ്രയാസമാണ്. പണ്ട് KP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു Congress Sൻ്റെ, അത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു. വളരെ സീനിയർ നേതാവാണ് അദ്ദേഹം. Congress ലയിച്ചിട്ടും KP ഉണ്ണികൃഷ്ണൻ ലയിക്കുന്നില്ല. അപ്പോൾ പലരും KP ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, താങ്കൾ എന്താണ്? അപ്പോൾ ഞാനൊരു നല്ല തടിയും പൊക്കമുള്ളൊരു ക്യാരക്ടറാണ്, വടകരയിൽ സ്ഥിരമായി നിന്ന് ജയിക്കുന്ന ആളാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും അങ്ങ് ലയിച്ചു വരണ്ടേ എന്ന് പറഞ്ഞതുപോലെ ശശി തരൂർ ഒരു ആകാരം കൊണ്ട് പിന്നെ എന്നാൽ കാണുവാൻ വലിയൊരു പേഴ്സണാലിറ്റിയാണ്. നല്ല തടിയും പൊക്കവും നല്ല ഇംഗ്ലീഷും നല്ല പവർ പോയിൻറ്റ്, നല്ലൊരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതിന് അങ്ങനെയൊന്നും ആന മെരിഞ്ഞാലൊന്നും തൊഴുത്ത് കെട്ടാൻ പറ്റുകയില്ല. അതിന് ആനക്കൂട് തന്നെ വേണം. അത് കെട്ടാനും പിടിച്ചു കെട്ടാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ ചുമ്മാ ഇരുന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഇദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ മത്സരിച്ച് അദ്ദേഹം പ്രസിഡൻ്റായില്ല. പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും പ്രസിഡൻ്റ് ആകുമായിരുന്നു. എന്തായാലും ശശി തരൂർ ഭാവി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ BJP അത് കോൺഗ്രസിൽ നിന്നുള്ള ഭാവി മുഖ്യമന്ത്രിയോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ BJPയുടെ സഹായത്താലുള്ള ഭാവി മന്ത്രിയോ ഗവർണറോ ഒക്കെ ആവുന്ന വലിയൊരു ഫിഗറായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ശശി തരൂർ ഓരോ ദിവസം കഴിയുന്നതോറും ഗോളടിച്ചുകൊണ്ടിരിക്കുന്നു.
കോൺഗ്രസ് എന്തായാലും ഒന്ന് വിഡ്രാ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊവോക്ക് ചെയ്യേണ്ട, അദ്ദേഹത്തെ കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് വലിയ വിഷയത്തിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നു. അത്രയും ശാന്തത അല്ലെങ്കിൽ അത്രയും സമാധാനം കോൺഗ്രസിനകത്ത് ഉണ്ടാകും ശശി തരൂർ വിഷയത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നൊരു നിരീക്ഷണം. എന്തായാലും ശശി തരൂർ 2 കാലും ഉറപ്പിച്ച് തന്നെ മോഡിയുടെ വലം കൈയായി കാര്യത്തിൽ, പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ച കാര്യത്തിൽ, അല്ലെങ്കിൽ ഭീകരവാദികൾ ഇന്ത്യ ആക്രമിച്ച കാര്യത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ, ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിൽ ശശി തരൂർ 2 കൽപ്പിച്ച് തന്നെ.